ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ തട്ടേക്കാട് വന്നേക്കാണ് ഞങ്ങൾ. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് നമ്മുടെ വൈറൽ ടീച്ചർ അല്ലേ, വൈറൽ അരുണിമ ടീച്ചർ. ഓക്കെ, അപ്പോൾ ഞങ്ങൾ വേഗം ഞങ്ങളുടെ തട്ടേക്കാട് ഫോട്ടോസ് ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് വരും. അതെ, ഇപ്പോൾ ഈയിടക്ക് മറ്റേ ട്രെൻഡിങ് ആയില്ലേ സ്വിറ്റ്സർലാൻഡ് ഓഫ് കേരള എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് ഈ സ്ഥലമാണെന്ന് കുറിച്ച് പറയുന്നുണ്ട്. എനിക്ക് അറിയാൻ പാടില്ല. ഞങ്ങൾ ആകെ ഗൂഗിൾ മാപ്പൊക്കെ കറക്കി ആകെ പെട്ടൊക്കെ പോയി. അപ്പോൾ ഈ നല്ല സ്പോട്ട് കിട്ടിയപ്പോഴത്തേക്ക് ഞങ്ങളിപ്പോൾ വീഡിയോസ് ഒക്കെ എടുത്തു, ഫോട്ടോസൊക്കെ എടുത്തു. നല്ല അടിപൊളിയായിരുന്നു അല്ലേ. ഇനി ഞങ്ങൾ വേഗം ശരിക്കുള്ള സ്വിറ്റ്സർലാൻഡ് കണ്ടുപിടിക്കട്ടെ അല്ലെങ്കിൽ പാട്ടിടേണ്ടി വരും. അല്ലെങ്കിൽ ഞങ്ങൾ തിരിച്ചങ്ങനെ കൊച്ചിയിലേക്ക് പോകും. ഫ്രണ്ട്സ് ഇങ്ങനെ കുറേ കറങ്ങി ഇതേ ഞങ്ങൾ വീണ്ടും ഇവിടെ തന്നെ എത്തി. ആ പാലത്ത് നിങ്ങൾ ഫോട്ടോ എടുത്തിട്ട് ഇതേ ഇത് തന്നെ സ്വിറ്റ്സർലാൻഡ് എന്ന് പറയണത്. ഇതേ ഈ ഇടയിൽ കൂടെയൊക്കെയാണ് പോണത്. കറക്റ്റ് വഴി എവിടെയാണെന്ന് അറിയാം. ഞാൻ ആകെ പെട്ടു, കൺഫ്യൂഷനായിപ്പോയി. റീല് നമ്മൾ ജസ്റ്റ് കണ്ടിട്ടുണ്ടെന്ന് മാത്രമല്ലേ ഉള്ളൂ. പക്ഷേ ഫസ്റ്റ് ടൈം ആൾ ഇങ്ങോട്ടൊക്കെ വരുന്നത്. കാല് ശരിക്കും പോകുന്നുണ്ട്. വേറൊന്നുമില്ല കേട്ടോ, മഴ ആയതുകൊണ്ടുള്ളൊരു പ്രശ്നമാണ് ശരിക്കും പറഞ്ഞാൽ. മഴ ആയതുകൊണ്ട് ഇവിടെ ചെളി കറക്റ്റ് ചെളിയായിട്ടൊക്കെ ഇരിക്കണതാണ് പുല്ലിലൊക്കെ. അതാണ് മൊത്തം സീനായിട്ടിരിക്കണം. ആരുടെയെങ്കിലും സ്ഥലം എവിടെന്നാ പോയി. ഫ്രണ്ട്സ്, നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ പുല്ലിക്കൂടെ നടന്ന് ഈ ചെറിയ പാലം വഴി അപ്പുറത്തേക്ക് പോവാം. ഒരാൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഒരു നേരത്തോടെ പോവാം. ഒരു ഗ്യാരണ്ടി ഇല്ലാത്തൊരു പാലമാണ്, അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു. ഇതാണ് വെള്ളച്ചാട്ടം. ചെറുത് പറയൂ, എന്താണ് എന്താ സ്ഥലം? എങ്ങനെയുണ്ട്? സ്ഥലം വളരെ നന്നായിട്ടുണ്ട്. നമ്മൾ റീലിൽ കാണുന്ന പോലെയല്ല. അവിടെ എനിക്ക് തോന്നുന്നു അവിടെ വലിയ പുഴയുണ്ട്. അങ്ങോട്ട് നടക്കണ്ടേന്ന് തോന്നുന്നുണ്ട്. ഫ്രണ്ട്സ്, അപ്പോൾ കുറേ ദൂരം ഇങ്ങനെ അറ്റത്തുനിന്ന് ഇവിടം വരെ നടന്നത് ഈ ഒരു സ്പോട്ടെത്തി. ഇവിടെ കുറച്ച് വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരു മരം. നമുക്ക് എല്ലാ സ്ഥലത്തും നമുക്ക് സെറ്റ് ചെയ്താലോ. ആ സൈഡ് കാടാണെന്ന് തോന്നുന്നുട്ടാ. നല്ല ഭയങ്കര ഒരു കാട് ഫീലൊക്കെ തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ചെറിയ കുന്നുകളും മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ആ പേര് വന്നിട്ടുണ്ടാവുക. അതെ, അതായിരിക്കണം. പിന്നെ വെള്ളം പൊങ്ങി വീഴായിരിക്കും കുറച്ച്. ഫ്രണ്ട്സ്, അപ്പം ഫസ്റ്റ് കംപ്ലീറ്റ് പാളിപ്പോവും, മൊത്തത്തിൽ മുഞ്ചിപ്പോന്ന് കരുതിയത്. പക്ഷേ സെറ്റായി ഒരുവിധം. ഫോട്ടോസ് മറ്റേ എന്തെല്ലാം സ്വപ്നങ്ങളാണെന്ന് ആ പാട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ നന്നായിട്ട് വിചാരിച്ചൊരു ഇമ്പാക്റ്റ് കിട്ടിയില്ലെങ്കിലും അത്യാവശ്യം കുറച്ച് ഫോട്ടോസും ഒരു റീൽസ് സെറ്റാക്കി. പോരെ, ഞങ്ങൾ അതന്നെ വളരെയധികം പെട്ടെന്ന് തന്നെ ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നതായിരിക്കും. ഇറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ കരുതി ഒരു ഉച്ച കഴിയും, വൈകിട്ടൊക്കെ ആവുമെന്ന് കരുതിയത്. ഉണ്ടായിരുന്നില്ല. അതാണ് കാലിയായിരുന്നു. ഇപ്പൊ വെയിലും വന്നു. പക്ഷെ സ്പോട്ട് നല്ലതാണ്. ഈവനിങ് ടൈം ഓക്കെയാണ്. പിന്നെ മഴയില്ലാത്ത സമയത്തും ഇപ്പൊ ഈ പുല്ല് ചെളിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും ഇല്ലെങ്കിൽ പക്ക സാധനം. ഇനി അവിടെ ഒരു ചെറിയ നേരത്തെ കാണിച്ച ഒഴുക്കുണ്ട്, അവിടെ വന്ന് പോയിട്ട് എന്തെങ്കിലും നോക്കാം. ഫ്രണ്ട്സ്, അങ്ങനെ പാളിപ്പോകൊന്ന് കരുതി ഷൂട്ട് ചെയ്ത് ഞങ്ങൾ ഒരുവിധം വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നു. ഇപ്പൊ ചേച്ചി എൻ്റെ ഒരു പുതിയൊരു മോഡലാണ്. പുതിയ മോഡലാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ ബ്ലോഗ് കാണണം, ശ്രേയസിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം.
ഞങ്ങളുടെ ഫോട്ടോസ് സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് നല്ല ഇതേപോലെയുള്ള സാഹസികമായ യാത്രകൾ വേണമെങ്കിൽ ശ്രേയസ് നിങ്ങളെ കൊണ്ട് ഡെഫിനറ്റ്ലി പോകുന്നത്. ഈ സ്ഥലം പക്ഷേ റീല് കാണുന്നത് മാത്രം പ്രതീക്ഷിച്ച് ആരും വരരുത്. സ്ഥലം നല്ല സംഭവമൊക്കെ തന്നെയാണ്, പക്ഷേ റീല് കണ്ട എക്സൈറ്റ്മെന്റിൽ വരാതിരിക്കുക അല്ലേ, അത്രേ പറയാനുള്ളൂ. എക്സൈറ്റ്മെന്റിൽ മൊത്തത്തിൽ അപ്പം ഷൂട്ടൊക്കെ എങ്ങനെയുണ്ട്? ഷൂട്ട് അടിപൊളിയായിരുന്നു. നമുക്ക് എനിക്ക് തോന്നുന്നു ഫോട്ടോയെക്കാളും കുറച്ചും കൂടി വീഡിയോ സെഷൻസ് ആണ് കൂടുതൽ ചെയ്യാൻ പറ്റിയത്. കാരണം വെച്ചാൽ അധികം ആ സ്പേസ് ഇറ്റ്സ് ലൈക്ക് വെറുതെ ഇങ്ങനെ വാസ്റ്റായിട്ട് കിടക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെയുള്ള പരിമിതികളുണ്ടായിരുന്നു. പക്ഷെ എന്നാലും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അടുത്ത് തന്നെ നമ്മൾ വരുന്നതായിരിക്കും. ഇതുവരെയുള്ള എൻ്റെ ഷൂട്ടിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താണ് മൊത്തത്തിൽ? നേരത്തെ എടുത്തതും ഇന്നത്തെയും കൂടി ചേർത്തേക്കാം. ഓരോ വട്ടവും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യിക്കാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. ഈ പറഞ്ഞ പോലെ നമ്മുടെ ഐഡിയാസ് പറയുമ്പോൾ അത് കുറച്ചും കൂടി അതിനെയും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ശ്രേയസ് എപ്പോഴും ഷൂട്ട് ചെയ്യാറ്. അതിന് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം ഇപ്പോൾ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു എഡിറ്റിങ് അതെല്ലാം കുറച്ചും കൂടി വേറെ ലെവലിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ശ്രേയസിൻ്റെ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഹീ ഈസ് ഓൾസോ ഇംപ്രൂവിങ് എ ലോട്ട്. ഞാൻ ഫസ്റ്റ് എടുത്തതേ വെച്ചിട്ട് ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നു 2 ഷൂട്ട് ഇപ്പോൾ നമ്മൾ ചെയ്തത് ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും അല്ല, അത് കഴിഞ്ഞിട്ട് അതിന് മുന്നേ നമ്മളൊരു ഷൂട്ട് ചെയ്തായിരുന്നു വൈറ്റ് സാരിയുടെ. അതും പിക്സ് എല്ലാവരും എനിക്ക് തോന്നുന്നു കുറേ കാലത്തിന് ശേഷം എനിക്ക് എൻ്റെ ഇൻസ്റ്റയിൽ അത്യാവശ്യം കുറേ നല്ല റിവ്യൂസ് തന്നൊരു ഫോട്ടോഷൂട്ടായിരുന്നു ആ വൈറ്റ് സാരിയുടേത്. സോ ഇതും ഞങ്ങൾ വേഗം വരുന്നതായിരിക്കും. ഓഫായി പോയതാണ്. ഇതൊന്നും ഞാൻ പറഞ്ഞു പറയിപ്പിക്കണല്ലോ, ഇല്ല, ദിസ് ഈസ് ഫ്രം മൈ ഹാർട്ട്. ഞാനത് എൻ്റെ സ്വന്തം അഭിപ്രായത്തിൽ പറഞ്ഞതാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് പുറത്തിറങ്ങട്ടെ. ഇവിടെ ആക്ച്വലി ഇപ്പോൾ വെള്ളമുണ്ട്. കഴിഞ്ഞ ഷൂട്ടിൽ എന്നോട് ശ്രേയസ് ചോദിച്ചു വെള്ളത്തിൽ പോയി നിൽക്കാൻ പറ്റും, ഞാൻ ചാടി. പക്ഷെ ഇപ്പോൾ ശ്രേയസ് എനിക്ക് ചാടാൻ പറ്റില്ല, ഇത് നല്ല വെള്ളമുണ്ട്, ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ മൊത്തത്തിൽ മുങ്ങുകയും ചെയ്യും. പക്ഷെ ഒരുപാട് മീനുണ്ട്. ആക്ച്വലി ഭയങ്കര രസകരമായ സ്ഥലം കേട്ടോ. മീൻസ് നല്ല ബ്യൂട്ടിഫുള്ളായ പ്ലേസാണ്. ഇറ്റ്സ് ലൈക്ക് വൺ ടൈം വിസിറ്റ് ഇൻ ലൈഫ് ഡെഫിനറ്റ്ലി. ഫസ്റ്റ് വെള്ളത്തിൽ ചാടണമെന്ന് എന്നോട് ചോദിച്ചു, ഞാൻ പിന്നെ പറഞ്ഞു വേണ്ടെന്ന് ചോദിച്ചു. ഞാൻ പിന്നെ അരുവീനെ അവിടെ അഡ്ജസ്റ്റ് ചെയ്തു, ചാടാൻ വയ്യ.